ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം 5ാമത്തെ പാഠമായ നമ്മളൊന്ന്. അതിൽ വരുന്ന ഒരു പാഠഭാഗമാണ് വേദന. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിന് മുന്നേയുള്ള പാഠഭാഗമായ കുട്ടന്മാരും കൊട്ടാരവും നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ കൊടുത്തേക്കാം. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ? താങ്ങും തണലും. കൂട്ടുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ. അത് നമുക്കറിയാമല്ലേ? എല്ലാവരും ഒന്നായിരിക്കുമ്പോഴാണ് ജനാധിപത്യം ഉണ്ടാകുന്നത്. ഈ ജീവിത രീതിയിൽ എല്ലാവരും തുല്യരാണ്. ഇവിടെ എല്ലാവർക്കും ചുമതലകളുണ്ട്. ഈ ചുമതലകൾ എല്ലാവരും ചെയ്യുമ്പോഴാണ് തുല്യതയുണ്ടാകുന്നത്. താഴെ കൊടുത്ത രചന വായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? ജനാധിപത്യത്തിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും അതിൻ്റെതായ ചുമതലകളുമുണ്ട്. നമ്മൾ തന്നെ ആ ചുമതലകളെല്ലാം നിറവേറ്റുകയും വേണം. നമുക്ക് വായിച്ചാലോ? വേദന. ഒരു കുട്ടിയുടെ കാലില് കുപ്പിച്ചില്ല് തറച്ച് അത് കരയുന്നത് നമുക്ക് കാണാമല്ലേ? നടവഴിയിൽ കണ്ട കുപ്പിച്ചില്ല് ഞാനെന്തേ എടുത്തു മാറ്റിയില്ല. ചെരുപ്പിട്ട കാലുകൊണ്ട് ഒന്ന് തട്ടി മാറ്റാനും തോന്നിയില്ല. തൊട്ടു പിന്നാലെ വന്ന ഏതോ കുഞ്ഞിക്കാലടിയിൽ അത് കുത്തിക്കേറിയിട്ടുണ്ടാവില്ലേ. വാവിട്ട നിലവിളിയോടെ വഴിനീളെ ചോരയൊലിപ്പിച്ച് ഒറ്റക്കാലിൽ തത്തി തത്തി. എൻ്റെ അമ്മേ. സുഗേതുവിന്റെ കൃതിയാണല്ലേ? അപ്പൊ എന്താ പറയുന്നത്? ആ നടവഴിയിൽ കണ്ട കുപ്പിച്ചില്ല് ഞാൻ എടുത്തു മാറ്റിയില്ല, ഒന്ന് തട്ടിക്കളയുക പോലും ചെയ്തില്ല. ചെരുപ്പിട്ട കാലുകൊണ്ട് ഒന്ന് തട്ടിക്കളയുക പോലും ചെയ്തില്ല. അപ്പോൾ എനിക്ക് പുറകെ വന്ന ഒരു കുഞ്ഞിക്കാലടിയിൽ അത് പൊത്തു കയറി കാണുമല്ലേ? അപ്പോൾ ആ കുട്ടി വാവിട്ട് കരഞ്ഞു കാണും. ഞാൻ എന്തങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മേന്ന് വിളിക്കുകയാണ് ആ മുന്നേ പോയ ആൾ. ഒരു ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് ചുമതലകളും കടമകളും ഒക്കെയുണ്ട്. നമ്മൾ എല്ലാവരെയും തുല്യരായി കാണുകയും എല്ലാവരെയും നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുകയും ഒരു നല്ല മനുഷ്യ സ്നേഹിയാവുകയുമാണ് വേണ്ടത്. പക്ഷെ ഇവിടെ കുപ്പിച്ചില്ലെടുത്ത് മാറ്റാതെ പോയയാൾ നല്ല മനുഷ്യ സ്നേഹിയാണോ? അല്ല. തന്റെ പിറകെ വരുന്നയാളിന്റെ കാലിൽ ആ കുപ്പിച്ചില്ല് കുത്തിക്കേറുമെന്ന് കരുതി അത് എടുത്തു മാറ്റിയിരുന്നെങ്കിൽ ആ കുട്ടിയുടെ കാലിൽ അത് കുത്തിക്കേറുമായിരുന്നില്ല. നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. പൊതുവഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു മാറ്റുന്നത് നമ്മുടെ ചുമതലയാണോ? തീർച്ചയായും നമ്മുടെ ചുമതലയാണല്ലേ? ഉറപ്പായും നമ്മുടെ ചുമതലയാണ് എന്നെഴുതണം. അടുത്ത ചോദ്യം, എല്ലാവരും കുപ്പിച്ചില്ല് കാലിൽ കൊള്ളാതെ നടക്കണം എന്ന് പഠിപ്പിച്ചാൽ പോരെ? നാം വഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു കളയുന്നത് എന്തിന്? നമ്മൾ വഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു കളയേണ്ടതുണ്ടോ? ഉണ്ടല്ലേ? എല്ലാവരും കുപ്പിച്ചില്ല് കാലിൽ കൊള്ളാതെ നടക്കണം എന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം ആദ്യം കാണുന്നയാൾ തന്നെ എടുത്തു മാറ്റുന്നതാണ്. കുപ്പിച്ചില്ല് കാലിൽ കൊള്ളാതെ നടക്കാൻ ശ്രദ്ധയുള്ളവർക്കും സ്വന്തം സുരക്ഷ നോക്കുന്നവർക്കും മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ വഴിയിലെ കുപ്പിച്ചില്ല് എടുത്തു കളയാൻ മനസ്സിൽ നന്മയുള്ളവർക്കും മറ്റുള്ളവരോട് സ്നേഹവും കരുതലും ഉള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മറ്റുള്ളവരുടെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തുന്ന ഒരാൾക്ക് ഒരിക്കലും വഴിയിൽ കിടക്കുന്ന കുപ്പിച്ചില്ല് എടുത്തു മാറ്റാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും നന്മയുള്ളവരും മറ്റുള്ളവരോട് സ്നേഹമുള്ളവരും ആയിരിക്കണം. 3ാമത്തെ ചോദ്യം നോക്കാം. എൻ്റെ അമ്മേ എന്ന് ആരായിരിക്കും നിലവിളിച്ചത്? കാലിൽ കുപ്പിച്ചില്ല് കൊണ്ട കുട്ടിയോ അതോ കുപ്പിച്ചില്ല് കണ്ടിട്ടും വഴിയിൽ നിന്ന് മാറ്റിയിടാത്തയാളോ? കുപ്പിച്ചില്ല് കണ്ടിട്ടും അത് വഴിയിൽ നിന്നും മാറ്റിയിടാത്തയാൾ. തന്റെ പുറകെ വരുന്ന ഏതോ കുഞ്ഞിന്റെ കാലിൽ ആ കുപ്പിച്ചില്ല് തറച്ചാൽ ചോരയൊലിച്ച് കരഞ്ഞു കരഞ്ഞ് തത്തി തത്തി ആ കുഞ്ഞ് നടക്കുന്ന രംഗം ആലോചിച്ചാണ് അദ്ദേഹം എൻ്റെ അമ്മേ എന്ന് നിലവിളിച്ചത്. 4ാമത്തെ ചോദ്യം നോക്കാം. വഴിയിലെ കുപ്പിച്ചില്ലെടുത്തു കളയുന്ന കാര്യം മാത്രമാണോ ഈ രചനയിൽ പറയുന്നത്? മറ്റെന്തെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്? അതുമാത്രമല്ല ഈ രചനയിൽ പറയുന്നത്, നമ്മളെ കൊണ്ടാകുന്ന എല്ലാ നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. നമ്മളുടെ ഒരു നന്മ മറ്റുള്ളവർക്ക് ഉപകാരമാകുമെങ്കിൽ, മറ്റുള്ളവരെ ഒരു അപകടത്തിൽ നിന്ന് ഒഴിവാക്കാമെങ്കിൽ അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം. ഈ സന്ദേശമാണ് കവിതയിൽ കവി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ജനാധിപത്യത്തിൽ നാം ഏറ്റെടുക്കേണ്ട ഒരു ചുമതല കൂടിയാണിത്. അടുത്ത ചോദ്യം, കുപ്പിച്ചില്ല് വഴിയിൽ നിന്നും മാറ്റിയിടാതെ പോയ മനുഷ്യൻ ചില്ലു തട്ടി കാലിൽ മുറിവ് പറ്റിയ കുട്ടിക്ക് എഴുതുന്ന കത്ത് എപ്രകാരമായിരിക്കും? എഴുതൂ. അപ്പോൾ എങ്ങനെ എഴുതാം? സ്ഥലവും തീയതിയും വെക്കുക. എന്നിട്ട് പ്രിയപ്പെട്ട മോൾക്ക്, എന്നോട് ക്ഷമിക്കണം. ഇന്നലെ മോളുടെ കുഞ്ഞു കാലിൽ കുപ്പിച്ചില്ല് തറയ്ക്കാൻ കാരണം ഞാനാണ്. രാവിലെ തിരക്കിട്ട് ജോലിക്ക് പോവുകയായിരുന്നു ഞാൻ. റോഡിൽ കുപ്പിച്ചില്ല് കണ്ടിട്ടും അതെടുത്ത് മാറ്റുവാനോ കാലുകൊണ്ട് തട്ടി വഴിയിൽ നിന്നും മാറ്റിയിടുവാനോ ശ്രദ്ധിച്ചില്ല. തൊട്ടു പിന്നിൽ നിന്ന് വന്ന നിന്റെ കാലിൽ ആ കുപ്പിച്ചില്ല് തറച്ചപ്പോൾ എന്റെ ചങ്കു പൊട്ടി. ഞാൻ കാരണമാണല്ലോ മോൾക്ക് മുറിവ് പറ്റിയത്. ഞാൻ ആ ചില്ലെടുത്തു മാറ്റിയിരുന്നെങ്കിൽ മോളുടെ കുഞ്ഞു കാല് മുറിയുമായിരുന്നില്ലല്ലോ.
അതോർത്ത് എനിക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അറിയാതെയാണെങ്കിലും നിന്റെ വേദനയ്ക്ക് ഞാൻ കാരണക്കാരനായി. എന്നോട് മോൾ ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കില്ല. കാലിന്റെ മുറിവും വേദനയും പെട്ടെന്ന് മാറാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് സ്നേഹത്തോടെ പേര് ഉപ്പ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റി എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഈ പേജിൽ നൽകിയ 2 ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവോ? അവയെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്രങ്ങൾ നമുക്ക് കാണാം. ഒരു ബസ്സിൽ യാത്രക്കാർ കയറുന്നുണ്ട്. അതിനിടയിൽ ഒരാൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അവസാനമായി നിൽക്കുന്ന കുട്ടി കാലുവയ്യാത്ത കുട്ടിയാണ്. ആ കുട്ടി അവസാനമാണ് കയറുന്നത്. രണ്ടാമത്തെ ചിത്രം നോക്കൂ. മാലിന്യം ഇവിടെ എറിയരുത്, വലിച്ചെറിയരുത് എന്നുള്ള ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ 2 പേര് സ്കൂട്ടറിൽ വന്ന് മാലിന്യം വലിച്ചെറിയുന്നത് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഇത് വെച്ചുകൊണ്ട് ഒരു കുറിപ്പ് എഴുതിയാലോ? ബസ്സിൽ കയറാൻ വരിയായി നിൽക്കുന്നവരെയാണ് ആദ്യ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വരിയിൽ നിൽക്കുന്നവർക്കിടയിലൂടെ ഒരാൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത് ജനാധിപത്യത്തിനും നിയമത്തിനും എതിരാണ്. അതുപോലെ തന്നെ വരിയുടെ ഏറ്റവും അവസാനമായി ഒരു കാലുവയ്യാത്ത കുട്ടി നിൽക്കുന്നത് നമുക്ക് കാണാം. ആ കുട്ടിയെ ആദ്യം ബസ്സിൽ കയറ്റുകയാണ് മറ്റുള്ളവരോട് സ്നേഹവും നന്മയും സഹാനുഭൂതിയുമുള്ള മനുഷ്യർ ചെയ്യേണ്ടത്. ഇവിടെയും ജനാധിപത്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നതും ജനാധിപത്യ ലംഘനമാണ്. മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത് എന്ന ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ 2 ആളുകൾ സ്കൂട്ടറിൽ വന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ചുമതല നമുക്ക് തന്നെയാണ്. ഇവിടെ അവർ ആ ചുമതല മറന്നിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ നിയമലംഘനവുമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട് നന്നാവണമെങ്കിൽ നമ്മുടെ നിയമങ്ങളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുമതലകളും കടമകളും ഉത്തരവാദിത്തങ്ങളും മറന്നുപോകാതെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയും എല്ലാവരോടും കരുണയുള്ളവരായി പെരുമാറാൻ കഴിയുകയും എല്ലാവരെയും സ്നേഹത്തോടെ ഒപ്പം നിർത്താൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യ മൂല്യമുള്ള മനുഷ്യരായി മാറാൻ കഴിയുന്നത്. അപ്പോൾ വേദന എന്നുള്ള ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായി കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ. എങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.